ലീഗിനൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകണം. അതിന് ലീഗ് സമസ്തയെ പലപ്പോഴും കൈയൊഴിയുന്ന ലീഗിനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഇത്തവണ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകണം. അതിന് നിങ്ങൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യണം. എന്നിട്ട് ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്, ഭയങ്കര രസമാണ്. UDF 20 സ്ഥാനാർത്ഥികളുണ്ട്. പക്ഷേ മലപ്പുറത്തും പൊന്നാനിയിലും മാത്രം ET മുദ്ദേശിനെയും സമദാനിയും വെട്ടിയിട്ട് വസീഫിനെയും KS ഹംസയും ഉൾപ്പെടുത്തിയാണ് ഈ പോസ്റ്റർ. അപ്പോൾ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 നിയമസഭാ മണ്ഡലങ്ങൾ ഇടതുമുന്നണിയാണ് MLA-മാരായിട്ടുള്ളത്. പൊന്നാനി ചുവക്കുമെന്നൊരു പ്രതീക്ഷ ഹംസയ്ക്കുണ്ട് എന്നുള്ളതാണ്. ഈ സമസ്തയുടെയൊക്കെ ഇതിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി സമസ്ത ലീഗ് തർക്കം. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും മുതലെടുക്കാമെന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ ശ്രമം കൂടി അപ്പോൾ എന്തായി ഭയങ്കര തീവ്രമായി. സമസ്തയിൽ CPM ഫ്രാക്ഷൻ എന്ന് വരെ പറയുന്ന രീതിയിൽ ഷജറ വിഭാഗം അത് പറയാം. അതാ MK കൃഷ്ണനും ഇമ്പിച്ചി ബാവയും അതുപോലെ തന്നെ നമ്മുടെ ചക്രവാണിയൊക്കെ ജയിച്ചു വന്ന മണ്ഡല, ഇടതിന് ആ നിലയിൽ ഉൾപ്പെടെ പ്രതീക്ഷ പകരുന്ന മണ്ഡല. ഈ MK കൃഷ്ണനൊക്കെ ആണെങ്കിൽ പുറത്തുനിന്ന് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ സ്വദേശിയായ MK കൃഷ്ണൻ പൊന്നാനിയിൽ വന്ന് മത്സരിച്ചാണ് വിജയിക്കുന്നത്. സാധാരണ കാണുന്നൊരു വർക്കിൽ നിന്നൊക്കെ മാറി മുസ്ലിം ലീഗ് ബൂത്ത് അടിസ്ഥാനത്തിലേക്ക്, അത് മുസ്ലിം ലീഗിൻ്റെ ഉന്നതരായ നേതാക്കൾക്ക് നേരിട്ട് ഇടപെട്ട് ബൂത്തുകളിൽ പോയി അവിടെ ബൂത്ത് മീറ്റിംഗ് വിളിച്ച് നിങ്ങൾ എന്താണ് ഇവിടുത്തെ പരിപാടി നടത്താത്തതെന്ന് മുസ്ലിം ലീഗിൻ്റെ ദേശീയ നേതാക്കൾ വരെ ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, സംസ്ഥാന നേതാക്കളിലേക്ക് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതാ ലീഗിന് എത്ര തിരിച്ചടി ഉണ്ടായാലും ഇതിപ്പോൾ സമസ്തയെ കുറച്ച് വോട്ടർ മറിഞ്ഞാൽ പോലും ലീഗിൻ്റെ ഏറ്റവും ബേസിക് വോട്ടിൽ ലീഡായിട്ടുള്ള 410 വോട്ടുണ്ട്. അതുകൊണ്ട് ജയപരാജയം എന്നുള്ള കാര്യത്തിലേക്ക് മുസ്ലിം ലീഗ് പോകുന്നില്ല എന്നതാണ്. നേരിയ വോട്ടിൽ മുസ്ലിം ലീഗ് അവിടെ ജയിച്ചു വന്നാലും ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ മുസ്ലിം ലീഗ് മറുപടി പറയേണ്ടി വരും. സമസ്തയുടെ പിന്തുണയുടെ കാര്യത്തിൽ മുസ്ലിം ലീഗ് കൃത്യമായ മറുപടി പറയേണ്ടി വരും എന്നുള്ളത്. എവിടെ വോട്ട് ചോർന്നു എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് കൃത്യമായ വ്യക്തത ആ ഒരു വിഷയത്തിൽ വരുത്തേണ്ടി വരും എന്നുള്ളതാണ്. മണ്ഡലം വെച്ച് മാറാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്നതും പ്രചാരണം നടത്തുന്നതും ഇവിടെ പരാജയ ഭീതി ഉള്ളത് എന്നുള്ളത് കൊണ്ട്. കാരണം മണ്ഡലത്തിൽ വിജയിച്ചതിന് ശേഷം മണ്ഡലത്തിലില്ല. ഹംസയെ ഈ ലീഗ് തന്നെ ഭയക്കുന്നത് ഒറ്റ കാരണമാണ്. ഹംസ മികച്ച ഓപ്പറേറ്ററാണ്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ സമുദായ സംഘടനകളുടെ പിന്തുണ ചൊല്ലിയാണ് ഇപ്പോൾ സജീവമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശേഷം ഏകദേശം 60% മുകളിൽ തന്നെ മുസ്ലിം വിഭാഗം വരുന്ന മണ്ഡലത്തിൽ മുസ്ലിം സമുദായ സംഘടനകളുടെ പിന്തുണയെ ചൊല്ലിയാണ് ഇടത് വലത് മുന്നണികൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. അഷ്കറുണ്ട് എൻ്റെ കൂടെ. അഷ്കർ, എങ്ങനെയാണ് ഇപ്പോൾ മണ്ഡലത്തിലെ ഒരു അവസ്ഥ വിലയിരുത്തുന്നത്? ഈ മുസ്ലിം പറഞ്ഞ ഈ തർക്കമുണ്ടല്ലോ, അതിന് വലിയൊരു കാരണമുണ്ട്. ഈ 62% വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മുസ്ലിം വോട്ട് ബാങ്ക്. പൊന്നാനിയിലെ മൊത്തം ഇതെല്ലാം കഴിഞ്ഞ തവണയൊക്കെ 10 ലക്ഷത്തോളം ആളുകളാണ് പോൾ ചെയ്ത്. അതിൽ 62% വോട്ട് ബാങ്ക് വരുന്നത് മുസ്ലിംസിൻ്റെയാണ്. 37% ഹിന്ദു വിഭാഗമുണ്ട്. പിന്നെ ന്യൂനപക്ഷമായിട്ട് ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. ഇതിൽ തന്നെ 7-8% പട്ടികജാതി വോട്ടുകളൊക്കെ ഉണ്ട്. ഈ ഒരു മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും മുസ്ലിം സംഘടനകളുടെ പിന്തുണകളുണ്ടെങ്കിൽ ശക്തമായി, പ്രത്യേകിച്ച് സമസ്ത AP വിഭാഗം, EK വിഭാഗം, അതുപോലെ തന്നെ മുജാഹിദ് വിഭാഗങ്ങൾ, അതുപോലെ ഇപ്പോൾ വെൽഫെയർ പാർട്ടി STP വോട്ടുകളൊക്കെ, ജമാഅത്ത് ഇസ്ലാമി, ഈ വോട്ടുകളൊക്കെ നിർണായകമാണ്. അതുകൊണ്ട് ഈ വോട്ടിന് വേണ്ടി എല്ലാ തവണയും പരമാവധി കടിപിടി ഉണ്ടാവും. പക്ഷേ ഇത്തവണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സമസ്തയുടെയൊക്കെ ഇതിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി സമസ്ത ലീഗ് തർക്കം. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും മുതലെടുക്കാമെന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ ശ്രമം കൂടി അപ്പോൾ എന്തായി ഭയങ്കര തീവ്രമായി. അങ്ങനെയാണ് ഹംസ ഒരുപക്ഷെ ഹംസയുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നയിച്ചത് പോലും അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ മുസ്ലിം സമുദായ സംഘടനകളുടെ അതിലൊരു വിഭാഗത്തിൻ്റെ ഒരു താല്പര്യം ഹംസയുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നയിച്ചു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഹംസയും ഒരു പരിധിവരെ അത് സമ്മതിക്കുന്നുണ്ട്. ഈ ഹംസയുടെ അടുത്തേക്ക് പ്രചാരണത്തിന് പോകുന്ന സമയത്ത് കർഷകർ പറഞ്ഞതുപോലെ തന്നെ ശക്തമായ അടിയൊഴുക്കുകൾ ഈ പറയപ്പെടുന്ന സാമുദായിക സാംസ്കാരിക സംഘടനകളുടെ ഇടയിലുണ്ടാകും. അത് തനിക്ക് വോട്ടായി മാറും. പൊന്നാനി ചുവക്കുമെന്നൊരു പ്രതീക്ഷ ഹംസയ്ക്കുണ്ട് എന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ സമസ്തൻ്റെ വോട്ട് ആർക്കെന്നൊക്കെ പലപ്പോഴും ചർച്ച വരാറുണ്ട്. ഇല്ലെങ്കിൽ സംസ്ഥാനം വലിയ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്നില്ല. ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ സമസ്ത നേരിട്ട് ഇടപെട്ടു. ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഷംസുദ്ദീന് വേണ്ടിയിട്ട് മണ്ണാർക്കാട് മണ്ഡലത്തിലാണ് എന്ത് ചെയ്തത്. സംസ്ഥയുടെ അവിടത്തേക്ക് പ്രാദേശിക നേതാക്കൾ നേരിട്ട് ഇടപെട്ട് പ്രകടനമായി തന്നെ, ഉള്ളിൽ കൂടെ ആണെങ്കിൽ പോലും പ്രകടമായി തന്നെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ഇടപെടും. അതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് ഇടപെട്ടതായിട്ട് എനിക്കറിയില്ല. പക്ഷേ നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. അധികം അതൊരു മുസ്ലിം ലീഗിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പാരമ്പര്യം ആയതുകൊണ്ട് തന്നെ പലപ്പോഴും UDF അനുകൂല നിലപാട് തന്നെയാണ് സംസ്ഥ സ്വീകരിക്കാറ്. പക്ഷെ മുമ്പില്ലാത്ത വിധം ഇപ്പോൾ പുതിയൊരു പദം തന്നെ വന്നു എന്നുള്ളതാണ്. പണ്ട് നമ്മൾ ലീഗിൽ പറയാറുണ്ട്, സമസ്തയിൽ പറയുന്നുണ്ട്, സമസ്തയിലെ ലീഗ് അനുകൂലികൾ ലീഗ് വിരുദ്ധർ എന്നൊക്കെ പറഞ്ഞു. ഇപ്പം അങ്ങനെയല്ല. സമസ്തയിലെ CPM ഫ്രാക്ഷൻ എന്ന് വരെ പറയുന്ന രീതിയിൽ ഷജറ വിഭാഗം അത് പറയാം. അതാ സമസ്തയിലെ തന്നെ കട്ട സംസ്ഥക്കാരെന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ള ഒരു വിഭാഗം ഷജറ. അതോ അതിലെ ഒരു പ്രധാനപ്പെട്ട മോട്ടീവ് അവർ പലപ്പോഴും ലീഗ് നേതൃത്വത്തിന് എതിരായി നിൽക്കുന്നത്. അതായത് ഈ വഫിയ വിവാദമാണ് ഇതിലേക്ക് വലിയ തോതിൽ
ഈ ഷജ്റ എന്നുള്ള സാധനം സ്ട്രോങ് ആക്കി. പിന്നെ അതിന് ശേഷം വന്നപ്പോൾ പട്ടിക്കാട് ജാമ്യം വരുന്ന കുറേ ആളുകളെ മാറ്റി നിർത്തി വിഭാഗങ്ങൾ അങ്ങനെ ലീഗ് സമസ്തയും ഈ CA NRC വിഷയത്തിൽ ഇടതുപക്ഷവുമായിട്ടുള്ള സഹകരണം, ഏക സിവിൽ കോഡ്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സമസ്ത ഒരു സമുദായ സംഘടന എന്ന നിലയിൽ ജിഫ്രി തങ്ങൾ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഒരു സ്വതന്ത്ര മതസമുദായ സംഘടന എന്ന രീതിയിലേക്ക് നിലപാടുകൾ സ്വീകരിച്ചു വരുന്നു. അതിനെതിരെ മുസ്ലിം ലീഗിലെ തന്നെ വലിയൊരു വിഭാഗം വിമർശനമായി ഉന്നയിക്കുന്നു. കാരണം പാരമ്പര്യമായി സമസ്ത എന്ന സംഘടന മുസ്ലിം ലീഗിനെയാണ് പിന്തുണയ്ക്കുന്നത്. അതിൽ വിപരീതമായൊരു നിലപാട് വരുമ്പോൾ അത് സമുദായത്തിൽ ഉൾപ്പെടെ വിശ്വാസികൾക്കിടയിൽ ഉൾപ്പെടെ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വരുന്നു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിൻ്റെ പല ഘട്ടങ്ങളുണ്ടായ അഭിപ്രായ പ്രകടനങ്ങളും ഈ ഒരു വിഭാഗത്തിൻ്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് ആക്കം കൂട്ടി എന്നുള്ളതാണ്. അത് ഒടുവിലെത്തി നിൽക്കുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ സമസ്തയിലെ തന്നെ യുവജന വിഭാഗത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചില നീക്കങ്ങളിലേക്കാണ്. അത്തരമൊരു അവകാശവാദമാണ് അവിടെ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ഉന്നയിക്കുന്നത്, അല്ലേ? അതെന്തായിരുന്നു ആ സംഭവം? ഈ ഇപ്പോൾ ഈ സമസ്തയിൽ ഷജറ വിഭാഗത്തിന് ഏറ്റവും കൂടുതൽ വിദ്വേഷമുള്ള ലീഗ് നേതാക്കളെന്ന് പറയുന്നത് ഒന്ന് PMA സലാം, രണ്ടിപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി. വാഫി വിഷയത്തിലാണ് വെട്ട മധ്യസ്ഥ റോളൊക്കെ വഹിച്ചുകൊണ്ട് അങ്ങനെ PK കുഞ്ഞാലിക്കുട്ടി. പിന്നെ സ്വാദിഖൽ തങ്ങൾക്കെതിരെ ഒരു വിഭാഗത്തിന് വലിയ അമർഷമുണ്ട്. സ്വാദിഖൽ തങ്ങൾ ഇടപെട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അബ്ദുൽ ഹമീദ്, വള്ളിക്കുന്ന് MLA അബ്ദുൽ ഹമീദ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഇവർക്ക് ഭയങ്കര വികാരം. ഇപ്പോൾ ക്ലിപ്പുകളൊക്കെ വ്യാപകമായി ഇറങ്ങുന്നുണ്ട്. അഥവാ ഈ നേതാക്കന്മാരൊക്കെ മുമ്പ് പ്രസംഗിച്ചതും ഇപ്പോൾ പ്രസംഗിച്ചതുമായ ക്ലിപ്പുകളൊക്കെ വെച്ച് സമസ്തയുടെ സത്യസരണി, അതുപോലെ തന്നെ സേവ് ഉമ്മ, ഇങ്ങനെ കുറേ ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകൾ വഴി ലീഗ് നേതാക്കൾക്കെതിരെ ഗുരുതര പ്രചാരണങ്ങളാണ്, വ്യാപക സൈബർ പ്രചാരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിനോടൊപ്പം അവസാനം ജിഫ്രി തങ്ങൾ റിലീസ് ഇറക്കിയത് നീ റിപ്പോർട്ട് ചെയ്തല്ലോ. അതെ, ജിഫ്രി തങ്ങളുടെ റിലീസിന് മുൻപ് എനിക്ക് തോന്നുന്നു പൊന്നാനി മണ്ഡലത്തിൽ നിന്നാണ് പറയപ്പെടുന്ന ലീഗ് ആരോപിക്കുന്ന ആ രീതിയിലുള്ള ഫോൺ കോള്, അത്തരമൊരു സംഭവം ഉണ്ടായിരുന്നു. പല ആളുകൾക്കും ഫോൺ കോൾ വരും. വരുന്ന മുഴുവൻ സമസ്തയുടെ പ്രവർത്തകർക്ക് വന്നിട്ട് അവർ പറഞ്ഞതാണ്, ഇത്തവണ നമ്മൾ ലീഗിനൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകണം. അതിന് ലീഗ് സമസ്തയെ പലപ്പോഴും കൈയൊഴിയുന്ന ലീഗിനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഇത്തവണ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകണം. അതിന് നിങ്ങൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യണം. എന്നിട്ട് ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്, ഭയങ്കര രസമാണ്. UDFൻ്റെ 20 സ്ഥാനാർത്ഥികളുണ്ട്. പക്ഷേ മലപ്പുറത്തും പൊന്നാനിയിലും മാത്രം ET മുദ്ദേശിനെയും സമാധാനയും വെട്ടിയിട്ട് വസീഫിനെയും KS സംശയം ഉൾപ്പെടുത്തിയാണ് ഈ പോസ്റ്റർ. അപ്പോൾ എല്ലാവരും UDF അതായത് മലപ്പുറം ഒരു പരിധിവരെ ആ നിലയിൽ ആ പ്രചാരണം ഏൽക്കില്ല എന്ന തിരിച്ചറിവ് ഈ വിഭാഗത്തിന് തന്നെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ പൊന്നാനിയിൽ വളരെ ശക്തമായ പ്രചാരണം ആ നിലയിൽ നടത്തുന്നുണ്ട്. SKSSFൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അത്തരം പ്രചാരണം, ഫോൺ വിളികൾ വരുന്നത്. ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത്. പക്ഷേ ഇടതുപക്ഷം അതിനെ നിഷേധിച്ചിട്ടുണ്ട്. അത്തരം ഫോൺ വിളികൾക്കൊന്നും ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. സമുദായ സംഘടനകൾക്ക് അതിൻ്റെ ഒരു സ്വഭാവമുണ്ട്, അത് അവരതിനനുസരിച്ച് പ്രവർത്തിച്ചു പോകുമെന്ന് ഇടതുപക്ഷം പറയുന്നുണ്ട്. എങ്കിലും ആ ഒരു വിഷയത്തിൽ അത് പലതരത്തിലുള്ള തെറ്റിദ്ധാരണ ഈ സമസ്ത അനുഭാവികളിൽ ഉണ്ടാക്കുമെന്നൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കണം ജിഫ്രി തങ്ങളുടെ ആ ഒരു പ്രസ്താവനയും SKSSFൻ്റെ തന്നെ സംസ്ഥാന അധ്യക്ഷനായ ഹമീദ് അലി ഷിഹാബ് തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ തന്നെ വന്നത്. അതൊരു പരിധിവരെ ഇത്തരത്തിലുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ അത് ഇവർ നടത്തുന്ന പ്രചാരണം ആ നിലയിൽ ഇടതിന് അനുകൂലമാകുമോ? അതെങ്ങനെയാണ്? ഇടതിന് അനുകൂലമാവുക മുസ്ലിം ലീഗ് ഭയക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഈ പ്രചാരണങ്ങളൊക്കെ തന്നെ വോട്ടിംഗ് ശതമാനത്തിലൊരു വ്യത്യാസം വരുത്തുക, അല്ലെങ്കിൽ സമസ്തയുടെ ഇപ്പോൾ ഈ പറയുന്ന ഷജറ വിഭാഗത്തിനാണെങ്കിലും ഇല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരു വിഭാഗത്തിനെയും കുറച്ച് വോട്ടുകളെങ്കിലും അംസയിലേക്ക് പോകുമെന്നുള്ള ഉറപ്പ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുണ്ട്. കാരണം അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നടത്തുന്നത് എന്നുള്ളത്. അഥവാ നമ്മൾ സാധാരണ കാണുന്നൊരു വർക്കിൽ നിന്നൊക്കെ മാറി മുസ്ലിം ലീഗ് ബൂത്ത് അടിസ്ഥാനത്തിലേക്ക്, അത് മുസ്ലിം ലീഗിൻ്റെ ഉന്നതരായ നേതാക്കൾക്ക് നേരിട്ട് ഇടപെട്ട് ബൂത്തുകളിൽ പോയി അവിടെ ബൂത്ത് മീറ്റിംഗ് വിളിച്ച് നിങ്ങളെന്താണ് ഇവിടുത്തെ പരിപാടി നടത്താത്തത് എന്ന് മുസ്ലിം ലീഗിൻ്റെ ദേശീയ നേതാക്കൾ വരെ ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, സംസ്ഥാന നേതാക്കളിലേക്ക് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതാ അത്രയും പക്ക കേട രീതിയിലേക്ക്. അതായത് ഇപ്പോൾ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സമാനമായ സാധാരണഗതിയിൽ ആ മണ്ഡലത്തിലെ സമുദായ സംഘടനാ നേതാക്കളെയൊക്കെ കാണാൻ പോകുന്നത് ഒരു സാധാരണ നടക്കുന്നൊരു കാഴ്ചയാണ്. ഇത്തവണയും അതുണ്ടായിട്ടുണ്ട്. ജിഫ്രി തങ്ങളെ സമദാനി കാണാൻ പോയിട്ടുണ്ട്, ഹംസ പോയിട്ടുണ്ട്, മലപ്പുറത്ത് ETയും അല്ലെങ്കിൽ വസീഫൊക്കെ തന്നെ പോയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തുള്ള ഈ ഒരു സമുദായ സംഘടനകൾ, വിശേഷം സമസ്ത പോലെയുള്ള പ്രബല വിഭാഗത്തിൻ്റെ വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നീക്കങ്ങളും ഇരു മുന്നണികളും നടത്തുന്നതിനുള്ള ഒരു വസ്തുതയാണ്. വിശേഷം ആ മണ്ഡലത്തിൽ സ്ഥിരമായ വ്യാപകമായ പ്രചരണം കൊടുക്കുന്നുണ്ട്. അതിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രചാരണ രീതിയാണ് മനസ്സിലാക്കുന്നത്. ഈ കുടുംബ സംഘങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ സമസ്തയിൽ അതൊരു സ്വതന്ത്ര സംഘടനയായി മാറി നിൽക്കണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു വിഭാഗത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരിലൂടെ ഒരു പ്രചാരണം ഇടതുപക്ഷം നടത്തുന്നുണ്ട്. ഒരു പക്ഷേ ആ ഒരു വിഭാഗത്തിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായിരിക്കും ആ ഒരു ഫോൺ കോൾ ഉൾപ്പെടെ വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ KS ഹംസ എന്ന് പറയുന്നൊരു ഫാക്ടർ, അദ്ദേഹത്തിന് സമസ്ത വിഭാഗവും APയുമായിട്ടുള്ളൊരു അടുപ്പം ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂരിൽ സമസ്തയുടെ തന്നെ പല പരിപാടികൾ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പല സ്ഥാപനങ്ങൾ വെച്ചാണ് നടക്കാറുള്ളത്. ആ നിലയിൽ സമസ്തയ്ക്ക് വേണ്ടി കൃത്യമായ ഇടമൊരുക്കി കൊടുക്കുന്നതിൽ KS ഹംസ കൃത്യമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് മണ്ഡലത്തിൽ വലിയ രീതിയിൽ പ്രതിഫലിക്കുമെന്നൊരു വിശ്വാസം
ഇടതുപക്ഷത്തിനുണ്ട് എന്നുള്ളതാണ്. അതൊന്നുകൂടെ ഉറപ്പിക്കുന്നതിന് വേണ്ടി കുടുംബ സംഘങ്ങൾ അതുപോലെ മുസ്ലിം ലീഗുമായി ഇടഞ്ഞു നിൽക്കുന്ന ഇത്തരം ആളുകളെയൊക്കെ തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രചാരണമാണ് നടന്നത്. UDF സംബന്ധിച്ച് അവിടെ അബ്ദുസ് സമദ് സമദാനി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അദ്ദേഹം ഈ മുസ്ലിം സമുദായ സംഘടനകൾ വലിയ സ്വീകാര്യത നേടിയെടുത്തൊരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, ഒരു ആത്മീയ പരിവേഷം അദ്ദേഹത്തിനുണ്ട്. മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട വ്യക്തിയല്ല സമദാനി എന്ന രീതിയിലാണ് UDF അവിടെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായും അവിടെ സമസ്ത ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളുടെ പിൻബലം അവിടെ സമദാനിക്കേ ഉണ്ടാകും എന്ന ഉറച്ച ബോധ്യം UDF-നുണ്ട്. പക്ഷേ ഇരു വിഭാഗങ്ങൾക്കും, ഇരു മുന്നണികൾക്കും അതിനുള്ളിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ? ഞാൻ രണ്ട് ഫാക്ടർ കാണും. ഒന്ന്, ഇപ്പോൾ KS വ്യക്തിജീവിതം പരിശോധിക്കുകയാണെങ്കിൽ ഈ വാഫിയ വിഷയം, അതായത് മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ വലിയ രീതിയിൽ അകൽച്ചയിലേക്ക് പോയ ഒരു വിഷയങ്ങളൊന്നാണ്. ഈ വിഷയത്തിന് ബദലായി വാഫിയയ്ക്ക് ബദലായിക്കൊണ്ട് സമസ്ത തുടങ്ങിയ SNEC കോളേജുകളിൽ ആദ്യമായി അത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് KS സ്ഥാപനത്തിലാണ്. തൃശ്ശൂർ ജില്ലയിലെ KS സ്ഥാപനത്തിലാണ് ഇത് നടത്തുന്നത്. മാത്രമല്ല ഈ സമസ്തയുടെ പല പരിപാടികൾക്കും SKSF തൃശ്ശൂർ ജില്ലയിലേക്ക് നടക്കുന്ന പല പരിപാടികൾക്ക്, സുന്നി മാലിന്യ ഫെഡറേഷൻ്റെ പരിപാടികൾക്ക് ഇതിലൊക്കെ സംഘാടനത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ഒരാളായിട്ട് അംസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സമസ്ത നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ ഇലക്ഷൻ റിപ്പോർട്ട് ഈ അംസയ്ക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് വന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നത് സമസ്തയ്ക്ക് കൂടി സംതൃപ്തനായ ഒരു സ്ഥാനാർത്ഥിയെ CPM തേടുന്നു എന്നുള്ളത്. പിന്നീട് വന്നൊരു പ്രചാരണം ഈ സമസ്തയിൽ കൂടി ചില ആളുകൾ അഥവാ ലീഗിനെതിരായി നിൽക്കുന്ന ചില ആളുകളുടെ കൂടിയും നോമിനി ആയിട്ടാണ് ഹംസ പൊന്നാനിൽ സ്ഥാനാർത്ഥിയായി എത്തി എന്നുള്ള ഒരു ഫാക്ടർ, അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. രണ്ടാമത്തതൊന്ന് ഹംസ എന്ന് പറയുന്ന ആളെ, അയാൾ ഒരുപക്ഷെ പൊന്നാനി മണ്ഡലത്തിൽ ഒട്ടും ജനകീയനല്ലാത്ത ഒരാളായിട്ടാണ് ഹംസ ഞാൻ മനസ്സിലാക്കുന്നത്. തൃശ്ശൂർ ജില്ലക്കാരിൽ തൃശ്ശൂർ അയാളുടെ മണ്ഡലത്തിൽ ഒരുപക്ഷെ ലീഗ് അയാൾ നടപടി എടുക്കുമ്പോൾ പോലും അവിടുത്തെ ലീഗ് കമ്മിറ്റികൾ വഴി തന്നെ ജില്ലാ കമ്മിറ്റിയിൽ വന്ന് സംസ്ഥാന കൗൺസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഹംസ. ആ രീതിയിൽ പക്ഷെ പൊന്നാനിയിൽ എന്തില്ല ജനകീയ ഒരു അടിത്തറ ഹംസയ്ക്കുണ്ടെന്ന് വിചാരിക്കുന്നില്ല. ഇപ്പോൾ പൊന്നാനിയുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ MK കൃഷ്ണനും ഇമ്പിച്ചി ബാവയും അതുപോലെ തന്നെ നമ്മുടെ ചക്രവാണിയൊക്കെ ജയിച്ചു വന്ന മണ്ഡല, ഇടതിന് ആ നിലയിൽ ഉൾപ്പെടെ പ്രതീക്ഷ പകരുന്ന മണ്ഡല. ഈ MK കൃഷ്ണനൊക്കെ ആണെങ്കിൽ പുറത്തുനിന്ന് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ സ്വദേശിയായ MK കൃഷ്ണൻ പൊന്നാനിയിൽ വന്ന് മത്സരിച്ചാണ് വിജയിക്കുന്നത്. ആ ഒരു ചരിത്രവും പൊന്നാനിക്കുണ്ട്. ഭർത്തന്മാരെ സ്വീകരിക്കുന്നത് പൊന്നാനിക്ക് ഒരു മടിയില്ല. പൊന്നാനിക്കാരനായ ഒരു സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്തേക്ക് അത് വലിയ പ്രതീക്ഷ, ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷ പകരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോയിന്റ്. കാരണം ഭർത്തന്മാരെ സ്വീകരിക്കുന്നതിന് പൊന്നാനിക്ക് ഒരു മടിയില്ല. ഏറ്റവും വലിയ ഉദാഹരണം GM ബനാത്വാല. മഹാരാഷ്ട്രക്കാരനായ മലയാളം പോലും അറിയാത്ത GM ബനാത്വാലയെ എത്രയോ തവണ 10-30 വർഷത്തിലധികം തെരഞ്ഞെടുത്ത് വിട്ട ആളെ പൊന്നാനിക്കാർ. അപ്പോൾ ഭാഷ പോലും അറിയാത്ത ആളെ അതുകൊണ്ടൊരു ഭർത്തനായതുകൊണ്ട് പൊന്നാനിക്കാർ സ്വീകരിക്കില്ല എന്ന് പറയുമെങ്കിൽ പോലും അത്തരത്തിലൊരു ജനകീയ അടിത്തറ ഹംസയ്ക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഹംസയെ ഈ ലീഗ് തന്നെ ഭയക്കുന്നത് ഒറ്റ കാരണം കൊണ്ട്. ഹംസ മികച്ച ഓപ്പറേറ്ററാണ്. വോട്ട് അടിയൊഴുക്കി ഇല്ലെങ്കിൽ ഒരു ഒഴുക്ക് സൃഷ്ടിച്ചുകൊണ്ട് അടിയൊഴുക്കിലൂടെയൊക്കെ തന്നെ വോട്ട് മറിക്കാൻ സാധിക്കും. അത് STPയുടെ ആണെങ്കിലും വെൽഫെയർ പാർട്ടി ആണെങ്കിലും ഈ കാന്തപുരം AP വിഭാഗത്തിൻ്റെ ആണെങ്കിലും ഇനി EK സമസ്തയുടെ ഈ വോട്ടുകളൊക്കെ മറിക്കാനുള്ള ഒരു ശേഷി പല വിധത്തിൽ ഹംസയ്ക്ക് ഉണ്ട് എന്ന് ലീഗ് തന്നെ ഭയക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതായത് അണ്ടർഗ്രൗണ്ട് പ്ലേ. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മലപ്പുറം ജില്ലയിൽ തന്നെ മുസ്ലിം ലീഗ് ഒരുപക്ഷെ ഇത്തരം അടിയൊഴുക്കുകൾ ഭയക്കുന്ന ഒരു മണ്ഡലം പൊന്നാനിയാണ്, പൊന്നാനി ലോക്സഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രചാരണം മുസ്ലിം ലീഗ് നടത്തുന്നതും പൊന്നാനി ലോക്സഭാ മണ്ഡലം കേന്ദ്രീകരിച്ചാണെന്നുള്ളത്. ഹംസയോട് സംസാരിക്കുമ്പോൾ അടിയൊഴുക്കുകളെ കുറിച്ച് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അൺഒഫീഷ്യലായിട്ട് ചില വിവരങ്ങളൊക്കെ ശേഖരിച്ച സമയത്ത് മനസ്സിലാക്കുന്നു. അതായത് ചില സമിതികൾ സമസ്തയുടെ യുവജന വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗിനോട് താല്പര്യമില്ലാത്തവരുടെ നേതൃത്വത്തിൽ ചില സമിതികൾ രൂപീകരിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ ആ ഒരു മണ്ഡലത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരമുണ്ട്. അതിൻ്റെ ഒരു വസ്തുത എന്താണെന്നുള്ളത് ഇരു മുന്നണികളും അത് നിഷേധിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് ഈ സമിതികൾ പ്രവർത്തിക്കുന്നതൊക്കെ തന്നെ പറയുന്നുണ്ടെങ്കിലും ശക്തമായ പ്രചാരണം ഈ ഒരു വിഭാഗം നടത്തുന്നതിനുള്ള കുടുംബപരമായിട്ട് മഹല്ലുകളിൽ നമുക്ക് എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്നതിൻ്റെ പ്രാധാന്യം ഉൾപ്പെടെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ മുസ്ലിം സമുദായ സംഘടനയിൽപ്പെട്ട ചില ആളുകൾ ആ നിലയിലുള്ള പ്രചാരണം ശക്തമാക്കി നടത്തുന്നുണ്ട് എന്നുള്ളത്. ഈ മെസ്സേജ് അയക്കുന്നതും അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരണം നടത്തുന്ന ഒരു സമസ്തക്കാരല്ല എന്ന് സമസ്ത നേതൃത്വം പറയുമെങ്കിലും നമുക്കറിയാം അതിൽ സമസ്തക്കാരാണ് എന്നുള്ളത്. അത് ചില ന്യൂനപക്ഷമാണെങ്കിൽ പോലും സമസ്തയുടെ SKSFന്റെ പ്രവർത്തകർ തന്നെയാണ്. ഈ ഷജറ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിലും അവർ തന്നെയാണ് ഈ പ്രചരണം നടത്തുന്നത്. അതെ. സമസ്ത അനുഭാവികൾക്കിടയിൽ ഇത് വലിയ രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജിഫ്രി തങ്ങളുടെ ആ ഒരു പ്രസ്താവന വന്നത് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് പറയുന്നത്. കാരണം സുപ്രഭാതം ദിനപത്രത്തിലാണ് ഫസ്റ്റ് പേജിൽ പ്രസിദ്ധീകരിച്ചു വരുന്നത്. സമസ്ത എന്ന് പറയുന്ന മുസ്ലിം സമുദായ സംഘടന ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക താല്പര്യമോ വിരോധമോ വെച്ച് പുലർത്തുന്ന സംഘടനയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നതിന് വേണ്ടി സമസ്തയിലെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും ജിഫ്രി തങ്ങൾ പറയുന്നുണ്ട്. അത് ഒരേ സമയം ഈ നിലയിലുള്ള പ്രചാരണം പൊന്നാനിയിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് വേണ്ടി നടന്നതുകൊണ്ടാണ് ജിഫ്രി തങ്ങൾ അങ്ങനെ പറയേണ്ടി വന്നതെന്ന ഒരു പ്രചാരണം മുസ്ലിം ലീഗ് ഒരു ഭാഗത്ത് നടന്നു. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം നാസർ ഫൈസി കൂടത്തായുടെ പുറത്തു വന്നൊരു ബൈറ്റുണ്ട്. അദ്ദേഹം പറയുന്നത്
മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കാൻ പരസ്യമായി തന്നെ സമസ്തയിലെ ഒരു വിഭാഗം രംഗത്ത് വരും. അഥവാ മുസ്ലിം ലീഗിന് വിരുദ്ധമായി സമസ്തയിലെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. മഹല്ലുകൾ ഉൾപ്പെടെ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ രണ്ട് അഭിപ്രായങ്ങൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ആ ഒരു പ്രസ്താവനയിലേക്ക് നയിച്ചുവെന്ന് ഈ ഇടത് വലത് മുന്നണികൾ പ്രചാരണം നടത്തുന്നതിനുള്ളത്. അതിൽ മുസ്ലിം ലീഗ് പറയുന്നത് ഈ പൊന്നാനിയിൽ ഇടത് നടത്തുന്ന പ്രചാരണത്തിനെതിരെയാണ് ജിഫ്രി തങ്ങളുടെ പ്രസ്താവന എന്ന് പറയുന്നു. ഇടതുപക്ഷം പറയുന്നത് ഈ മുസ്ലിം ലീഗിന് അനുകൂലമായി സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ നടത്തിയ പ്രതികരണത്തിനെതിരെ സമസ്തയുടെ ഒരു നിലപാട് പ്രഖ്യാപിക്കുകയാണ് ജിഫ്രി തങ്ങളോട് ചെയ്തതെന്നാണ്. ജിഫ്രി തങ്ങൾ ആദ്യമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ ഇത്തരം നിലപാട് പറയുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ അബ്ദുൾ റഹീമിൻ്റെ വീട് സന്ദർശിച്ച സമയത്തും സമാനമായ നിലപാട് ജിഫ്രി തങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. സമസ്ത എന്ന് പറയുന്ന സംഘടന പൂർവികർ സ്വീകരിച്ച നിലപാട് എന്താണോ ആ നിലയിലുള്ള നിലപാട് തന്നെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. അവിടെ മുസ്ലിം ലീഗിനോട് പ്രത്യേക താല്പര്യമോ ഇടതുപക്ഷത്തിനോട് പ്രത്യേക താല്പര്യമോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോട് താല്പര്യക്കുറവോ മുസ്ലിം ലീഗിനോട് ഈ ഒരു ഘട്ടത്തിൽ താല്പര്യക്കുറവോ ഒന്നും തന്നെ പറഞ്ഞു വെക്കുന്നുള്ളത്. അപ്പം ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇതിനെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാക്കിൽ വലിയൊരു ഒളിച്ചുകളി അല്ലെങ്കിൽ ഒന്ന് ഒളിച്ചു വെക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം എന്താ വെച്ചാൽ പൂർവികർ സ്വീകരിച്ച നിലപാട് അതിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. സമസ്തയുടെ പൂർവികർ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി വരും. സ്വാഭാവികമായിട്ടും സമസ്തയിൽ വ്യത്യസ്ത ആശയത്തിലുള്ള ഇടതുപക്ഷക്കാരായ നേതാക്കളൊക്കെ മുഷാർ അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും സമസ്ത പൂർവ്വകാലത്ത് എപ്പോഴും മുസ്ലിം ലീഗിനോടൊപ്പം ചേർന്ന് നിന്നിരുന്ന പാർട്ടിയാണ്. ഇപ്പോൾ മലപ്പുറത്ത് ഈ ഹുസൈൻ രണ്ടത്താണിയൊക്കെ മത്സരിക്കുന്ന സമയത്ത് പൊന്നാനി ഹുസൈൻ രണ്ടത്താണിയൊക്കെ മത്സരിക്കുന്ന സമയത്ത് AP വിഭാഗം വലിയ രീതിയിൽ പിന്തുണ കൊടുക്കുകയും ലാസ്റ്റ് അതിന് പകരം അത് സലാത്ത് നഗർ വഴി സലാമത്ത് നഗർ എന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ സമസ്ത സംഘടിപ്പിക്കുകയും സമസ്ത തന്നെ ഈ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് വിശദീകരണ യോഗം പോലെ സമസ്തനെ പ്രസംഗിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ട് മുസ്ലിം ലീഗിന് അനുകൂലമായിട്ട്. സലാമത്ത് നഗർ എന്ന് പറയുന്നത് ആ പരിപാടിയുടെ വേദി ഇന്നത്തെ മലപ്പുറത്ത് പാരമ്പര്യമായി ഇത്തരത്തിൽ മുസ്ലിം ലീഗിന് സമസ്ത പിന്തുണ കൊടുക്കുന്ന ഒരു വിഭാഗമാണെന്ന് പറയുമ്പോൾ 2004 നമുക്ക് മുമ്പിലുണ്ട്. TK ഹംസയുടെ വിജയമൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അത് TK ഹംസയുടെ വിജയം EK വിഭാഗത്തിന്റെ ആണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളതാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ പൊന്നാനി മണ്ഡലം ആദ്യം മഞ്ചേരിയും മങ്കടയും ഉൾപ്പെടെ ഉണ്ടായിരുന്ന മണ്ഡലമാണ് പൊന്നാനി. പിന്നെ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടാണ് ഇത് രൂപം മാറുന്നത്. അതുവരെ ഉണ്ടായിരുന്ന മണ്ഡലത്തിന്റെ ശൈലിയെ മാറി. അതേപോലെ തന്നെ ആദ്യം 1962 മുതൽ 3 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തെരഞ്ഞെടുക്കപ്പെട്ട ആ സമയത്തുണ്ടായിരുന്ന മണ്ഡലം എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്വഭാവത്തിൽ നിന്നൊക്കെ മാറി. ഇപ്പോൾ അടിസ്ഥാനപരമായി ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കണക്ക് കൂട്ടുന്നത് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം മുസ്ലിം ലീഗിന് ലഭിച്ചത് ET മുഹമ്മദ് ബഷീറിനെതിരെ V അബ്ദുറഹ്മാൻ മത്സരിച്ചപ്പോഴായിരുന്നു. അഥവാ 25,410 വോട്ടങ്ങളാണ് അത് ഭൂരിപക്ഷം. അന്ന് അത് കേസിലൂടെ പ്രവർത്തിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന KPCC എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന തിരൂർ മുനിസിപ്പാലിറ്റി ചെയർമാനായിരുന്ന തിരൂരും താനൂരും കൃത്യമായി വേരോട്ടമുള്ള ജനകീയ നേതാവായിരുന്ന അബ്ദുറഹ്മാൻ മത്സരിച്ചപ്പോഴാണ് അന്ന് കോൺഗ്രസ് വോട്ടടക്കം പിടിച്ച് ഏറ്റവും ക്ഷീണം ലീഗിനുണ്ടാക്കിയത്. അന്ന് ലീഗിന് ലഭിച്ച ഭൂരിപക്ഷമാണ് 25,410 വോട്ട്. ഇന്ന് മുസ്ലിം ലീഗ് പാർട്ടി വിലയിരുത്തുന്നത് ലീഗിന് എത്ര തിരിച്ചടി ഉണ്ടായാലും ഇപ്പോൾ സമസ്തയുടെ കുറച്ച് വോട്ടർ മറിഞ്ഞാൽ പോലും ലീഗിൻ്റെ ഏറ്റവും ബേസിക് വോട്ടിൽ ലീഡായിട്ടുള്ള 25,410 വോട്ടുണ്ട്. അതുകൊണ്ട് ജയപരാജയം എന്നുള്ള കാര്യത്തിലേക്ക് മുസ്ലിം ലീഗ് പോകുന്നില്ല എന്നുള്ളതാണ്. മിനിമം ഒരു 50,000 വോട്ടിലേക്കൊക്കെ ഞങ്ങൾ ജയിക്കും എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. അപ്പോഴും അവർ ഈ പറയുന്ന അടിയൊഴുക്കിനെ ഭയക്കുന്നുണ്ട്. അതെ, ഭൂരിപക്ഷം കുറഞ്ഞാൽ തന്നെ അത് മുസ്ലിം ലീഗിന് ക്ഷീണം ഉണ്ടാക്കും എന്നുള്ളതാണ്. തീർച്ചയായും. കാരണം ET എനിക്ക് 1,00,000-ലധികം ഭൂരിപക്ഷത്തിന് വിജയിച്ചു വന്ന അൻവറിനെതിരെ മത്സരിച്ച് വിജയിച്ചു വന്ന മണ്ഡലത്തിൽ സമദാനി മാറി വരുമ്പോൾ അവിടെ സമദാനിക്ക് ഭൂരിപക്ഷം കുറഞ്ഞാൽ തന്നെ അത് മുസ്ലിം ലീഗിന് തിരിച്ചടിയാണ്. കാരണം ഇടതുപക്ഷം അവിടെ നടത്തിയ പ്രചാരണം എന്താണ്, ET മുഹമ്മദ് ബഷീർ മണ്ഡലത്തിൽ നിന്ന് പോയത് മണ്ഡലത്തിൽ പരാജയഭീതി ഉള്ളത് കൊണ്ടാണെന്നാണ്. കാരണം ഇടതുപക്ഷം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചാരണം ET പൊന്നാനിയിൽ ലോക്സഭാ MP ആയിരുന്ന സമയത്തൊന്നും ഒരു അവൈലബിൾ MP ആയിരുന്നില്ല. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് വയനാടൊക്കെ തന്നെ പറയുന്ന രീതിയിൽ അദ്ദേഹം ഇവിടെ നിന്ന് വിജയിച്ചതിന് പോയതിനു ശേഷം പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു പരിപാടികൾക്കും അദ്ദേഹത്തിനെ കാണുന്നില്ല, ജനങ്ങളുടെ ഒരു ആവശ്യത്തിനും അദ്ദേഹത്തെ കാണുന്നില്ല. പ്രചാരണം ഇടതുപക്ഷം ശക്തമായി നടത്തുന്നുണ്ട്. ഒരു പക്ഷേ ആ നിലയിൽ നേരിയ വോട്ടിന് ഭൂരിപക്ഷമൊക്കെ തന്നെ കുറഞ്ഞുകൊണ്ട് നേരിയ വോട്ടിന് മുസ്ലിം ലീഗ് അവിടെ ജയിച്ചു വന്നാലും ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ മുസ്ലിം ലീഗ് മറുപടി പറയേണ്ടി വരും. സമസ്തയുടെ പിന്തുണയുടെ കാര്യത്തിൽ മുസ്ലിം ലീഗ് കൃത്യമായ മറുപടി പറയേണ്ടി വരും എന്നുള്ളത്. എവിടെ വോട്ട് ചോർന്നു എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് കൃത്യമായ വ്യക്തത ആ ഒരു വിഷയത്തിൽ വരുത്തേണ്ടി വരും എന്നുള്ളതാണ്. അവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ. അടിയൊഴുക്കുകൾ ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്ന അവിടെയാണ്. ഹംസ എന്ന് പറയുന്ന ഒരു ഫാക്ടർ മുസ്ലിം ലീഗിൽ ഈ ഒരു PMA സലാം ഉൾപ്പെടെയുള്ളവരുടെ പരാമർശങ്ങൾ ഉണ്ടാക്കിയ ഒരു ക്ഷീണത്തിൽ കൃത്യമായ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള നേതാക്കളുടെ ഒരു പിൻബലം, കൂടാതെ ഇത്തരത്തിലുള്ള കുടുംബ സംഗമങ്ങളുടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളൊക്കെ തന്നെ വോട്ടായി മാറുമെന്നൊരു പ്രതീക്ഷയിൽ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നുണ്ട്. സമദാനി എന്ന് പറയുന്ന മലയാളികൾക്ക് സുപരിചിതനായ ഒരു വ്യക്തി, ആ ഒരു ഫാക്ടർ അത് മുസ്ലിം സമുദായ സംഘടനകൾ എന്നപ്പുറത്തേക്ക് ഇതര സമുദായങ്ങൾക്കുൾപ്പെടെ സ്വീകാര്യനായ ഒരു വ്യക്തിയാണ്. അവിടെ ആ നിലയിലുള്ള വോട്ടുകൾ ഉൾപ്പെടെ ഏകീകരിക്കാൻ സമദാനിയിലൂടെ സാധിക്കും. അതുകൊണ്ട് തന്നെ സമസ്ത എന്നല്ല ഒരു തരത്തിലുള്ള വോട്ടിൻ്റെ ഒരു ക്ഷീണവും
സമദാനി എന്ന സ്ഥാനാർത്ഥി അവിടെ വന്നതിലൂടെ ഉണ്ടാകില്ല എന്നൊരു ശുഭപ്രതീക്ഷ മുസ്ലിം ലീഗും വെച്ച് പുലർത്തുന്നു എന്ന് പറയാം. ഏറ്റവും ഒടുവിലും ചർച്ച വരുന്നത് സമസ്തയിലേക്ക് എന്നുള്ളത്. അത് എന്താ വെച്ചാൽ അവിടെ ഏറ്റവും ഇപ്പോൾ പൊന്നാനി മണ്ഡലത്തിൽ ലീഗാണെങ്കിലും CPM ആണെങ്കിലും ജനങ്ങളാണെങ്കിലും സമസ്തൻ്റെ വോട്ട് ചോർന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ച. എന്തായാലും ഇതിൽ കുറച്ച് കീ ഫാക്ടേഴ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്നിപ്പോൾ ഈ 62% മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ട് പറയുമ്പോൾ 37% ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ മാക്സിമം അവർ പിടിക്കുന്ന വോട്ട് പറയുന്നത് 8%, 7% വോട്ട് ബാങ്കാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വീട്ടിലമ്മേൻ ലാസ്റ്റ് മത്സരിച്ചപ്പോഴാണ് 1 ലക്ഷം കാണുന്ന വോട്ട്. അതിനപ്പുറത്തേക്ക് ഒരു വോട്ട് ഇത്തവണയും എന്ത് ചെയ്യുന്നില്ല, BJP വല്ലാതെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല ഈ പൗരത്വ ഭേദഗതി ഉൾപ്പെടെ അത് തിരിച്ചടിയാവുള്ളൂ, വടക്കൻ കേരളത്തിൽ വലിയ രീതിയിൽ തിരിച്ചടിയാവുള്ളൂ. പിന്നെ BJP അത്ര വലിയൊരു പ്രവർത്തന രംഗത്തും നമ്മൾ സീനിൽ കാണുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ ഈ ഹിന്ദു വോട്ട് ആർക്ക് പോകും എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം ലീഗ് നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിനെ അമ്പലത്തിൽ ഊട്ടുവരയിലേക്ക് വരെ ആനയിച്ച് കൊണ്ടുവന്നിട്ട് കൊണ്ടുപോകുന്നത് കണ്ടിട്ട് ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോവുകയാണെന്ന്. അത് അത്രയും വലിയ സ്വീകാര്യത ഈ ഉത്സവ നഗരികൾ ക്ഷേത്രത്തിൻ്റെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ സമദാനി പോകുമ്പോൾ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ സമദാനിക്ക് സ്വീകാര്യത ലഭിക്കുന്നു എന്നുള്ളത്. അയാളുടെ സമദാനിയുടെ വശ്യമനോഹരമായ പ്രസംഗം എന്ന് പറയുന്നത് അത് എന്നും ആകർഷണീയമാണ്. അത് ഇതര മതസ്ഥർക്കിടയിലേക്ക് അദ്ദേഹത്തിന് അമ്മയെക്കുറിച്ചുള്ള പ്രസംഗമൊക്കെ അവരെന്നെ പലതവണ ഇട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ട സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് അത് പല സ്ഥലങ്ങളിലേക്കും കടന്നു ചെല്ലുന്ന സമയത്ത് പല ആളുകളും വികാരഭരിതമായി സംസാരിക്കുന്നുണ്ട്. കാരണം ഒരുപക്ഷെ കാലങ്ങളായിട്ട് സമദാനിയുടെ പ്രസംഗം കേൾക്കുന്ന ആളുകളായിരിക്കും. നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു സംസാരമൊക്കെ തന്നെ അത്രത്തോളം ഹൃദയത്തിൽ തൊടുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ തന്നെ പൊന്നാനിക്കാർക്കിടയിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്നും അത് സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്തേക്ക് തനിക്ക് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളിയായി ലഭിക്കുന്ന ഒരു സ്വീകാര്യത അത് താൻ ഈ രാജ്യസഭാ MP ആയിരുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ അതിന് മുൻപാണെങ്കിലൊക്കെ തന്നെ ഈ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു സ്വീകാര്യത അത് പൊന്നാനിയിലും കാണാൻ സാധിക്കുന്ന ശുഭപ്രതീക്ഷ അവിടെ സമദാനിക്കുന്നുണ്ട്. പല ക്ഷേത്രങ്ങളിലും പ്രാസംഗികനായി വിളിക്കുന്ന ഒരു നേതാവ്, പഴയ കാലം മുതൽ തന്നെ പ്രാസംഗികനായി വിളിക്കുന്ന ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് സമദാനി എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഈ സമസ്തൻ്റെ വോട്ടൊക്കെ ചോർന്നു കഴിഞ്ഞാൽ പോലും അപ്പുറത്ത് ഈ ഹിന്ദു വോട്ടുകളിൽ നിന്ന് നല്ലൊരു വോട്ട് കിട്ടും എന്നുള്ള ഉറച്ച പ്രതീക്ഷ മുസ്ലിം ലീഗിനുണ്ട്. ഒന്നത്. രണ്ടാമത്തെ ഒരു ഫാക്ടറായിട്ട് അവർ തന്നെ ലീഗ് കണക്കൂട്ടുന്നത് ഈ മുസ്ലിം ലീഗിൻ്റെ വോട്ടിൽ നിന്ന് അല്ലെങ്കിൽ സമസ്തരെ കുറച്ച് വോട്ട് ചോരുന്നതിന് ഞങ്ങൾ ബദലായി ചില മാർഗങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് അവരെന്നെ പറയുന്നത്. ലീഗ് നേതാക്കൾ പറയും കുറച്ച് വോട്ട് ചോരും, ഞങ്ങൾക്കും അറിയാം അത് ഇത്ര ശതമാനം മുതൽ ഇത്ര ശതമാനം വോട്ട് വരണം, അതിനൊരു പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് പോകില്ല. അതുകൊണ്ട് തന്നെ ആ പോകുന്ന വോട്ടുകൾക്ക് ബദൽ പിടിക്കാൻ ഞങ്ങൾ ഇപ്പോൾ തന്നെ പദ്ധതി ബദലായിട്ട് അവർ ആവിഷ്കരിച്ചൊരു പദ്ധതി ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന് വലിയ രീതിയിൽ വോട്ടുള്ള വേരോട്ടമുള്ള മണ്ഡലമാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം. തൃത്താലയാണെങ്കിലും തവനൂരാണെങ്കിലും പൊന്നാനിയിലാണെങ്കിലും കോൺഗ്രസ്സാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിൻ്റെ വോട്ടുകൾ മാക്സിമം ഏകീകരിക്കുക എന്നൊരു പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി അവിടെ UDF നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ആ നിലയിൽ തന്നെ താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളിലൂടെ തന്നെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഏകീകരിക്കണം. കോൺഗ്രസും അല്ലെങ്കിൽ UDF മുന്നണിയിൽ ജില്ലയിൽ നിലനിൽക്കുന്ന പലതരത്തിലുള്ള അനൈക്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഏകീകരിക്കാൻ സാധിക്കും. അതുവഴി സമസ്ത വഴി ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുള്ള ക്ഷീണത്തെ മറികടക്കാമെന്ന ഒരു എന്താ പറയുക ഒരു കൗണ്ടർ അറ്റാക്ക് അതുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ പൊന്നാനി മണ്ഡലത്തിൽ പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ അതുപോലെ തന്നെ ചെറിയ മുണ്ടം പൊന്മുണ്ടം പഞ്ചായത്തുകൾ ഇവിടെയൊക്കെ എല്ലാ കാലത്തും ലീഗും കോൺഗ്രസും തമ്മിലടിയാണ്. പക്ഷേ ഇത്തവണ ഏറമംഗലം ഈ പ്രദേശങ്ങളൊക്കെ എല്ലാ തവണയും അടി ഉണ്ടാകുന്നത്. ഇത്തവണ ഒരു ഭയങ്കര ഉണ്ട്. ഇവർ തമ്മിൽ അടി തന്നെയാണ്, അടി മാറിയിട്ടൊന്നുമില്ല. അവർ പക്ഷേ പറഞ്ഞൊരു ഡയലോഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് വീണ്ടും അടി കൂടാം, പക്ഷേ ഇത്തവണ ഞങ്ങൾ വോട്ട് എന്തായാലും മിസ്സാക്കൂല. അല്ലെങ്കിൽ ചില പഞ്ചായത്തുകളിൽ വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നത് ഒരു കോമഡിയാണ്. ഒരേ മുന്നണിയിൽ ഒരേ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു, ലീഗ് വേറെ പോയി വോട്ട് ചോദിക്കുന്നു, കോൺഗ്രസ് പ്രവർത്തകർ വേറെ പോയി വോട്ട് ചോദിക്കുന്നു. കോൺഗ്രസ് വോട്ട് ചോദിക്കുന്നത് ലീഗ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ്, പക്ഷേ അവിടുത്തെ പഞ്ചായത്തിലെ പ്രാദേശിക തർക്കം മൂലം ഒരുമിച്ച് വോട്ട് ചോദിക്കാൻ പോകാനുള്ള മാനസികാവസ്ഥ അവർക്കില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും തെരഞ്ഞെടുപ്പിൽ കാല് വാരില്ല എന്നുള്ളൊരു ഉറപ്പ് കോൺഗ്രസ് ലീഗ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സമസ്തയെ സംബന്ധിച്ച് ഈ ഹംസയെ സംബന്ധിച്ച് ഹംസ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി UDF പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പൊന്നാനിയെ സംബന്ധിച്ച് പൊന്നാനി മുനിസിപ്പൽ മേഖലയിലൊക്കെ തന്നെ പാരമ്പര്യപരമായി തന്നെ കമ്മ്യൂണിസ്റ്റുകൾ ആ നിലയിൽ കമ്മ്യൂണിസ്റ്റ് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ തന്നെ. കാരണം പൊന്നാനി നിയമസഭാ മണ്ഡലം LDFൻ്റെ കുത്തകയാണ്, നമുക്കറിയാം. ചെങ്കോട്ട എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ ഒരു മണ്ഡലമാണ് പൊന്നാനി നിയമസഭാ മണ്ഡലം. ആ ഒരു മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യ വോട്ടുകൾ ഉൾപ്പെടെ ഒരു വിള്ളൽ ഹംസ എന്ന സ്ഥാനാർത്ഥി വന്നതിലൂടെ ഉണ്ടാകുമെന്ന പ്രചാരണം UDF അവിടെ നടത്തുന്നുണ്ട്. കാരണം ഹംസ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവല്ല, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ വളർന്നു വന്ന് കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരാളല്ല പൊന്നാനിയിൽ. കഴിഞ്ഞ വർഷം വരെ മുസ്ലിം ലീഗിൽ മത്സരിച്ചിരുന്ന
മുസ്ലിം ലീഗിൽ നിന്നുകൊണ്ട് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധത്തെ നിശിതമായ ഭാഷയിൽ വിമർശിച്ചിരുന്ന ഹംസയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയായി വരുന്നത്. പൊന്നാനിയെ സംബന്ധിച്ച്, പൊന്നാനിയിലുള്ള ഇടതുപക്ഷ വിശ്വാസികളെ സംബന്ധിച്ച് ഹംസ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അത്രത്തോളം താല്പര്യമില്ലാത്തതാണ്. കാരണം ഇടതുപക്ഷ പ്രവർത്തകരിൽ അതൊരു ആവേശമുണ്ടാക്കാൻ ഹംസ എന്ന് പറയുന്ന സ്ഥാനാർത്ഥികളെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോഴേ ഹൈദരലി ശിഹാബങ്ങളുടെയും മുഹമ്മദ് അലി ശിഹാബങ്ങളുടെയും അടുത്ത് ഖബർ സിയാറത്ത് ചെയ്തതിന് ശേഷം വന്ന് എന്താ നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന കെ.എസ്. ഹംസയെ ഇടതുപക്ഷം അല്ലെങ്കിൽ പക്ക കമ്മ്യൂണിസ്റ്റുകൾ എത്രത്തോളം സ്വീകരിക്കും? അതെ, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലങ്ങളായി സ്വീകരിച്ചു വരുന്ന യാഥാസ്ഥിക ബോധത്തിനെതിരെയൊക്കെയുള്ള വിമർശനങ്ങളെയൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ പുരോഗമന സ്വഭാവത്തെയൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ടാണ് ഹംസ ആ നിലയിലുള്ള ഖബർ സിയാറത്തിന് വരുന്നത്. മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവിൻ്റെ ഖബർ സിയാറത്തിന് വേണ്ടി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ വിശ്വാസികളിൽ ഹംസ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ചൊരു താല്പര്യക്കുറവുണ്ട്. അത് UDF വോട്ടായി മാറുമെന്നൊരു പ്രചാരണം UDF മണ്ഡലത്തിൽ ശക്തമായി നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരുപക്ഷെ അവരും ഒരു ശുഭപ്രതീക്ഷ വെച്ച് പുറത്തുന്നുണ്ട് എന്നുള്ളതാണ്. സമദാനി ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ സ്വീകാര്യതയുള്ള വ്യക്തി എന്ന നിലയിലുള്ളൊരു സ്ഥാനാർത്ഥിയായി അവിടെ വരുമ്പോൾ അത് വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയമായി മാറുമെന്ന ഒരു വിശ്വാസമാണ് UDF വെച്ച് പുലർത്തുന്നത്. ഇതിലിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം 1,93,000 വോട്ട്. ഇതിനു മുമ്പ് ഏറ്റവും ഫസ്റ്റ് E.T. വെച്ചിട്ട് മത്സരിക്കുമ്പോൾ ഹുസൈൻ രണ്ടത്താണിക്കെതിരെ 82,000-ലധികം വോട്ടുകൾക്കാണ് വിജയിക്കുന്നത്. അന്ന് പൊന്നാനി ഇളക്കി മറിച്ച പ്രചരണം, അഥവാ PDPയുടെ ചെയർമാനായിട്ടുള്ള അബ്ദുൽ നാസർ ഇതിനെ പിണറായി കൊണ്ടുവന്ന് പൊന്നാനി ഇടതുപക്ഷത്തിലൊക്കെ CPM-ന് CPI-ക്കെതിരെ വലിയ പോരുണ്ടായ സംഭവമായിരുന്നു. ഭയങ്കര യൂട്യൂബിലാണ് അന്ന് ഇറക്കി. അത്രയും വലിയൊരു പ്രചാരണം ഓളുണ്ടാക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ആ മത്സരത്തിലടക്കം E.T. ലീഡ് പിടിച്ച് 82,000. പിന്നീട് അബ്ദുറഹ്മാൻ വന്നപ്പോൾ 25,410. പക്ഷേ കഴിഞ്ഞ തവണ PV അൻവർ ഇതേ സ്വതന്ത്ര പരീക്ഷണങ്ങളുടെ ബാക്കിയായിട്ട് വന്ന സ്വതന്ത്ര പരീക്ഷണമായിരുന്നു PV അൻവറിൻ്റെ. അഥവാ ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ നിലമ്പൂർ MLA സ്ഥാനം വരെ രാജിവെക്കുന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ഫാക്ടറും ശബരിമല ഒക്കെ പാടെ വന്നപ്പോൾ അടിച്ച് തൂഫാനായി 1,93,000-ലധികം വോട്ടുകൾക്കാണ് E.T. വിജയിച്ചത്. പക്ഷേ E.T. പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും അത്രയും വലിയ ഭൂരിപക്ഷം ലഭിച്ചതിൽ. അങ്ങനെ ഇപ്പോൾ പക്ഷേ ലീഗ് പറയുന്നത് ആ 1,93,000 വോട്ടിൽ 1,00,000 വോട്ട് പോയാലും ഇനി ഹുസൈൻ രണ്ടത്താണി മത്സരിച്ച ആ സമയത്ത് ഭൂരിപക്ഷമാണെങ്കിൽ പോലും 80,000-ഓളം വോട്ട് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ലീഗിൻ്റെ ആ ഒരു ഇതിനെ തള്ളിക്കളയാനും പറ്റില്ല. ആ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള. കാരണം അതിനനുകൂലമായ ഫാക്ടേഴ്സ് അവർക്ക് അവിടെ ഉണ്ട്, പാർട്ടിയുടെ അടിത്തറവുണ്ട്. ഈ പോകുന്ന സമസ്യയുടെ കുറച്ച് വോട്ടുകൾക്ക് പകരം ബദൽ വോട്ടുകൾ പിടിക്കാനുള്ള സംവിധാനം 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 നിയമസഭാ മണ്ഡലങ്ങൾ ഇടതുമുന്നണിയാണ് MLA-മാരായിട്ടുള്ളത്. പക്ഷെ മുസ്ലിം ലീഗിന് ഏറ്റവും വലിയ ആത്മവിശ്വാസം നൽകുന്നത് ഈ തിരൂരങ്ങാടിയും കോട്ടക്കലും. അതിൽ കോട്ടക്കലിൽ നിന്ന് ലഭിക്കുന്ന വലിയ പിന്തുണ, അതെല്ലാ കാലത്തും കോട്ടക്കലിൻ്റെ ഒരു പിൻബലം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തവണയും അത് ആ നിലയിൽ തന്നെ ഒരു പിന്തുണയാണ് ഉണ്ടാകുന്ന ഒരു ഉറച്ച വിശ്വാസം മുസ്ലിം ലീഗിനുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, കോട്ടക്കൽ ഉൾപ്പെടെ ഇടതുമുന്നണി പറയുന്നൊരു പ്രചാരണം, അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ കെ.എസ്. ഹംസ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി ശക്തമായ പ്രചാരണം കോട്ടക്കലിൽ ഇടതുപക്ഷം നടത്തി എന്നുള്ളതാണ്. അടിത്തട്ടിലൂടെയുള്ള പ്രചാരണം തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മുസ്ലിം ലീഗിൻ്റെ ആ ഒരു മേൽക്കോയ്മയെ മറികടക്കാൻ പാകത്തിലുള്ള പ്രചാരണം കോട്ടക്കൽ നടത്തിയെന്ന ഒരു അവകാശവാദം അവർ ഉന്നയിക്കുന്നുണ്ട്. അത് എത്രത്തോളം അവർക്ക് അതിൻ്റെ ഒരു പിൻബലം നേടിയെടുക്കാൻ സാധിക്കുമെന്നൊക്കെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോഴാണ് അറിയേണ്ടത്. പിന്നെ തിരൂരങ്ങാടിയിൽ അവർക്ക് തിരിച്ചടിയാവാൻ സാധ്യതയുള്ള ഒരു ഫാക്ടർ എനിക്ക് തോന്നുന്നത് CPM തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. CPI-ക്കും അത്യാവശ്യം വോട്ടുള്ളൊരു മണ്ഡലമാണ് തിരൂരങ്ങാടി. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കാറുള്ളത്. അവിടെ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസം ഉൾപ്പെടെ തിരൂരങ്ങാടിയിൽ ഇടതുപക്ഷത്തിന് ക്ഷീണമുണ്ടാക്കുമെന്നൊരു പ്രചാരണം ആര് നടത്തുന്നുണ്ട്? ഈ പറയപ്പെടുന്ന UDF നടത്തുന്നുണ്ട്. പക്ഷേ PMA സലാമും KP മജീദൊക്കെ ഉൾപ്പെടെ, KP മജീദിൻ്റെ മണ്ഡലമാണല്ലോ തിരൂരങ്ങാടി, അവിടെ ഈ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് ഇടതുപക്ഷം തന്നെ അവകാശവാദം ഉന്നയിക്കുന്ന സമസ്തയിലെ ഒരു വിഭാഗം തിരൂരങ്ങാടിയിൽ ഉൾപ്പെടെ ഒരു രീതിയിലുള്ള കൗണ്ടർ അറ്റാക്ക് നടത്തുമെന്നാണ് പറയപ്പെടുന്നത്. ഇടതുപക്ഷം പറയുന്നത് എന്താണ്, അതിൻ്റെ റൂട്ട് എന്താണെന്നുള്ളതൊന്നും ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. ഇപ്പോൾ മുസ്ലിം ലീഗ് 7 നിയമസഭാ മണ്ഡലങ്ങളിൽ തവനൂരും താനൂരും പൊന്നാനിയും തൃത്താലയും ഈ 4 മണ്ഡലങ്ങൾ തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ. അതിൽ പലപ്പോഴും പൊന്നാനിയും തൃത്താലയും ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ പോലും താനൂരും തവനൂരൊന്നും എല്ലാ സമയത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന ചരിത്രമില്ല. ഇനി പൊന്നാനിക്ക് 1% വ്യത്യാസം വരെ നിന്ന സമയങ്ങളുണ്ട്. ആ ഘട്ടത്തിൽ പോലും ലീഡ് ചെയ്തൊരു മണ്ഡലം എന്ന് പറയുന്നത് തൃത്താലയാണ്. തൃത്താലയിൽ ഒരുപക്ഷെ സ്വാഭാവികമായി തവണയും ഒരുപക്ഷെ ഹംസ ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 10,000 വരെ വോട്ട് ലീഡ് അവിടെ ചെയ്യുമെന്നാണ് ഇടതുപക്ഷം അവകാശപ്പെടുന്നത്. അത്രത്തോളം ഉണ്ടാവുമെന്നുള്ള സംശയിക്കാവുന്നതാണ്. പക്ഷേ മറ്റ് 3 മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ തവനൂർ KT ജലീൽ പിടിക്കുന്ന ഭൂരിപക്ഷം ഒരിക്കലും K.S. ഹംസയ്ക്ക് കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല.
അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിൽ ഉണ്ടാകുന്ന വോട്ടുകൾ ഒരുപാട്. താനൂർ അബ്ദുറഹ്മാൻ പിടിക്കുന്ന വോട്ട് ഒരിക്കലും കെ എസ് ഹംസയ്ക്ക് പിടിക്കാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്. പൊന്നാനിയിൽ LDF-ന്റെ പൊന്നാപുരം കോട്ട എന്ന് പറയാൻ കഴിയുന്നത് പൊന്നാനി നിയമസഭ. പക്ഷെ അവിടെയും പൊന്നാനിയിൽ നന്ദകുമാർ പിടിക്കുന്ന വോട്ട് അത്രയും പക്ക പാർട്ടി വോട്ട്, അവിടുത്തെ ജനകീയനായിട്ടുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ നോമിനിയാണ് നന്ദകുമാർ. ആ നന്ദകുമാർ പിടിക്കുന്ന വോട്ട് കെ എസ് ഹംസയെ പോലെ ഒരു മുൻ ലീഗുകാരൻ വന്ന് മത്സരിച്ചാൽ കിട്ടുമോ എന്നുള്ളത് പാരമ്പര്യ കമ്മ്യൂണിസ്റ്റുകളുടെ വോട്ട്. അതുകൊണ്ടാണ് ഈ 4 മണ്ഡലങ്ങൾ, ഇപ്പോൾ ഈ 4 മണ്ഡലങ്ങളിൽ തന്നെ വേറെ വിഷയമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ MLA-മാരടക്കം പലരും പ്രവർത്തന രംഗത്ത് സജീവമല്ല എന്ന് സ്ഥാനാർത്ഥി തന്നെ പരാതി പറഞ്ഞു എന്നും അതിൻ്റെ പേരിൽ സ്റ്റേറ്റ് കമ്മിറ്റി ഇടപെട്ടു എന്നും ഈ MLA-മാർക്കൊക്കെ ഫോൺ വിളി വന്നു എന്നൊക്കെ ഒരു പ്രചാരണം ഇടതുപക്ഷ കേന്ദ്രങ്ങൾ തന്നെ പറയുന്നു. മാത്രമല്ല വേറൊരു ചിത്രം കൂടി പറയാം. മലപ്പുറത്ത് വസീഫിന് വേണ്ടി SFI-യും DYFI-യും പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനം പൊന്നാനിൽ കെ എസ് ഹംസയ്ക്ക് വേണ്ടി നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ള സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു വ്യത്യാസം. ഇനി വേണ്ട, VP സ്ഥാനം മത്സരിച്ചപ്പോൾ നമുക്കറിയാം ഇവിടെ ഇളക്കി മറിച്ച പ്രചരണമായിരുന്നു. VP സ്ഥാനം വന്നാൽ കളറാകുമെന്നുള്ള പ്രചരണത്തിലൊക്കെ നമ്മൾ സാക്ഷ്യം വഹിച്ച ആളുകൾ, നമ്മൾ റിപ്പോർട്ട് ചെയ്ത ആളുകളാണ്. അത്തരത്തിലുള്ള പ്രചരണം പൊന്നാനിൽ കെ എസ് ഹംസയ്ക്ക് വേണ്ടി ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ അപ്പോഴൊക്കെ ഇവർ പ്രതീക്ഷ അർപ്പിക്കുന്നത്, ഇടതുപക്ഷം പ്രതീക്ഷ അർപ്പിക്കുന്നത് കെ എസ് ഹംസ നടത്തുന്ന അടിയൊഴുക്കുകളിലൂടെ കെ എസ് ഹംസ ജയിച്ച് കയറുമെന്നുള്ളതാണ്. പക്ഷെ അത് എത്രത്തോളം സാധ്യമാണ്? ലീഗിന് ഇത്രയും കേഡർ വോട്ടുള്ള ഒരു ബൂത്തിൽ എത്രത്തോളം, ഒരു മണ്ഡലത്തിൽ എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് ഒന്ന്. 2, ഈ സമസ്തയുടെ വോട്ട് മറിക്കുമ്പോൾ പോലും ഞാൻ സ്വാഭാവികമായിട്ട് സംശയിക്കുന്നു. അപ്പം എനിക്ക് പരിചയമുള്ള ഒരുപാട് സമസ്തയുടെ പ്രവർത്തകരുണ്ട്. ഇവർ ലീഗിനെതിരെ വോട്ട് ചെയ്യാൻ പോകുന്നു എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു 100 ആളുകൾ എടുക്കുകയാണെങ്കിൽ തന്നെ അങ്ങനെ തീരുമാനിച്ച ആളുകൾക്ക് പോലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഹംസയ്ക്ക് വോട്ട് ചെയ്യുന്നതിന് പകരം അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ ഇത്രയും കാലം ലീഗിൻ്റെ കോണിൽ വോട്ട് കുത്തിയ ആളുകൾക്ക് ഹംസയ്ക്ക് വേണ്ടി അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാനാകുമോ എന്നുള്ളത് എത്രത്തോളം പോസിബിളാണ്, എത്രത്തോളം ആളുകൾ ചെയ്യുമെന്നുള്ളത് ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം ആ ഒരു വികാരം പണ്ടുള്ളവരൊക്കെ പറയുന്ന മലപ്പുറത്ത് വെച്ചാൽ കോണിച്ചിഹ്നത്തിൽ ആരൊക്കെ നിർത്തിയാലും മത്സരിക്കും. ആ കാലൊക്കെ മാറിയെങ്കിൽ പോലും ഇപ്പോഴും ലീഗിന് ഒരു മെജോറിറ്റി ഉള്ള മണ്ഡലം തന്നെയാണ്. അതായത് തീർച്ചയായും 2-3 മുന്നണികളും അവരുടേതായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവരുടേതായ വോട്ട് ബാങ്കുകളിലൂടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുന്ന പ്രതീക്ഷ പകരുന്നുണ്ട്. പക്ഷേ മണ്ഡലത്തിലൂടെ സ്ഥിരമായി മാധ്യമ പ്രവർത്തനത്തിന് വേണ്ടി സഞ്ചരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ അവിടെയുള്ള ജനങ്ങളുടെ ഒരു വികാരത്തെ കൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം തീരദേശ മേഖലയാണ്, മലപ്പുറം ജില്ലയുടെ തീരദേശ മേഖലയാണ്. ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളും റെയിൽവേ മേഖല കടന്നു വരുന്നൊരു പ്രദേശമാണ്. ആളുകൾ അടിസ്ഥാനപരമായി ഒരുപാട് വികസന പ്രശ്നങ്ങൾ വിഷയങ്ങൾ നേരിടുന്ന ഒരു മണ്ഡലമാണ്. അവിടെ അവർക്ക് വേണ്ടത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയാണ്. അത് നിലവിൽ അവിടെ വിജയിച്ച, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ അവിടെ MP ആയിരുന്ന UDF-ന്റെ MP അതിന് എത്രത്തോളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നൊരു ചോദ്യം സ്വാഭാവികമായും അവിടെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. അത് ശക്തമായ പ്രചാരണമാക്കി തന്നെ ഇടതുപക്ഷം ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈസി വാക്ക് ഓവർ എന്ന നിലയിലാണ് മലപ്പുറവും പൊന്നാനിയൊക്കെ UDF ലീഗ് എല്ലാ കാലത്തും കണ്ടിട്ടുള്ളത്. വിജയിച്ചതിന് ശേഷം പിന്നീട് ആ മണ്ഡലത്തിലേക്ക് അത്രയധികം സജീവമല്ലാത്ത രീതിയിൽ, തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ മണ്ഡലത്തെ അവഗണിക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു എന്നൊരു പ്രചാരണം നടത്തുന്നുണ്ട്. സ്വാഭാവികമായും അത് ജനങ്ങളുടെ ഒരു വികാരമാണോ എന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം സാധാരണക്കാരായ ഒരുപാട് ജനങ്ങൾ തീരപ്രദേശത്തെ, കാരണം പൊന്നാനി ഹിലർപ്പള്ളിയും അലിയാർ പള്ളിയും വെളിയംകോടും അതുപോലെയുള്ള മേഖലകളിലൊക്കെ തന്നെ കടൽ പ്രക്ഷോഭമൊക്കെ തന്നെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഈ കടൽക്ഷോഭം മൂലം അവരുടെ അന്തി ഉറങ്ങുന്ന വീട് തകരുന്ന അവസ്ഥ, അവർക്ക് അവിടെ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, അതൊക്കെ തന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വിജയിച്ചു വരുന്ന ആളുകൾ എത്രത്തോളം അഡ്രസ്സ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധി എത്രത്തോളം നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്തു എന്ന കാര്യത്തിലും ഈ ഒരു തെരഞ്ഞെടുപ്പ് അതിൻ്റെ റിസൾട്ട് പ്രതിഫലിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊന്നാനി ഹാർബറിൽ ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നമ്മളോട് പറയുന്നുണ്ട് അതിലൂടെ കടന്നു പോകുന്ന സമയത്ത്. പക്ഷേ അതിനും അപ്പുറം അവിടെ ഇരു മുന്നണികളും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാക്കി മാറ്റുന്നത് എന്താണ്? പൗരത്വ ഭേദഗതി വിഷയമാണ്. ഈ ഒരു ന്യൂനപക്ഷ വിഭാഗമാണ് കൂടുതൽ വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പൗരത്വ ഭേദഗതി വിഷയത്തിൽ ആദ്യഘട്ടം മുതൽ ഇതിനെതിരെ പോരടിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിയമപോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് തങ്ങളാണെന്നൊരു അവകാശവാദം UDF-ഉം LDF-ഉം ഉന്നയിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് ഇതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ കേസാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ചയാക്കുന്നത്. നമ്മൾ കണ്ടതാണെന്ന രീതിയിലുള്ള പ്രചാരണം UDF നടത്തുന്നുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ ഇതിനുവേണ്ടി ശക്തമായ എന്താ പറയുക, എല്ലാവരെയും ഏകീകരിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിനെ ഇത് മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ ഇതിനെ ഒഴിവാക്കാൻ സാധിക്കൂ, ഇതിനെ എതിർക്കാൻ സാധിക്കൂ എന്ന പ്രചാരണം LDF-ഉം നടത്തുന്നുണ്ട് എന്നുള്ളത് അത് എത്രത്തോളം പ്രതിഫലിക്കും എന്നുള്ളതാണ് ഈ നോക്കിക്കാണേണ്ടത്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ മണ്ഡലം വെച്ച് മാറുന്നതിൽ ഇത് വലിയൊരു കാരണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ പറയട്ടെ, ആ ഒരു പോയിന്റിലേക്ക് തന്നെ ഞാൻ വരുന്നത്, മണ്ഡലം വെച്ച് മാറാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്നതും പ്രചാരണം നടത്തുന്നതും
ഇവിടെ പരാജയ ഭീതി ഉള്ളത് എന്നുള്ളത് കൊണ്ട്. കാരണം മണ്ഡലത്തിൽ വിജയിച്ചതിന് ശേഷം മണ്ഡലത്തിലില്ല. മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് വിജയിച്ചു പോയ ലോക്സഭാ പ്രതിനിധി മണ്ഡലത്തിലില്ല. മണ്ഡലത്തിലെ ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങളിൽ, വിശേഷിച്ചും രണ്ടത്താണിയിലെ ആ ഒരു അടിപ്പാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ ജനങ്ങൾ വലിയ രീതിയിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ച സമയത്ത്, മുസ്ലിം ലീഗിൻ്റെ അനുഭാവികൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന സമയത്ത്, അവിടെ ഉണ്ടായിരുന്ന ലോക്സഭാ എംപിയോട് ഈ ഒരു വിഷയം ധരിപ്പിക്കാൻ പോയ സമയത്ത് അദ്ദേഹം അത് വേണ്ട വിധത്തിൽ ഗൗരവത്തിലെടുത്തില്ല എന്നൊരു വിമർശനമൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് LDF പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിനൊക്കെ തന്നെ കൃത്യമായൊരു മറുപടി പ്രചാരണത്തിലുടനീളം പോകുന്ന സമയത്ത് സമദാനി നൽകേണ്ടി വരുമെന്നുള്ളതാണ്. LDFനെ സംബന്ധിച്ചും ഇന്ത്യ മുന്നണിയിലാണ് രണ്ട് പാർട്ടികളുമുള്ളത്. അപ്പം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന ഒരു മുന്നണിയിൽ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനപ്പെട്ട നേതാവാക്കി ഉയർത്തിക്കാട്ടുന്ന ഒരു മുന്നണിയിൽ നിങ്ങൾ എന്തിനാണെന്ന് മത്സരിക്കുന്നൊരു ചോദ്യം മറുഭാഗത്ത് സ്വാഭാവികമായും LDF മണ്ഡലത്തിൽ നേരിടുന്നുണ്ട്. ആ മുന്നണിയിൽ തന്നെയല്ലോ നിങ്ങളുള്ളത്. അപ്പോൾ കേരളത്തിൽ നിന്ന് നിങ്ങളെ വിജയിപ്പിക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ ഇവിടെ നിന്ന് UDF അല്ലേ വിജയിച്ചു പോകേണ്ടത്? UDF വിജയിച്ചു പോയാലല്ലേ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയെ പിന്താങ്ങാൻ സാധിക്കുന്നൊരു ചോദ്യമൊക്കെ തന്നെ നേരിടേണ്ടി വരുമെന്നൊരു പ്രചാരണം UDF മറുഭാഗത്ത് നടത്തി. എന്ന് വെച്ചാൽ ഒട്ടുമിക്ക മണ്ഡലങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു സിറ്റിംഗ് MP ആകുമ്പോൾ, അല്ലെങ്കിൽ സിറ്റിംഗ് MLA ആകുമ്പോൾ ആൻഡിങ് ബസ്സി എന്നുള്ളത് ഭയങ്കര സാധ്യതയുള്ളൊരു സാധനമാണ്. ET മുഹമ്മദ് ബഷീറിനും എതിരെയും അത്തരത്തിലൊരു സിറ്റിംഗ് MP, അത് 3 തവണ ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ച MP എന്നുള്ള നിലയിൽ ജനങ്ങളുടെ ഇടയിലുള്ള അമർഷം ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഈ പൊന്നാനി ഹാർബർക്ക് അതിനൊരു ഉദാഹരണം തന്നെയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മളോടൊക്കെ മത്സ്യത്തൊഴിലാളികളെ വിഷയം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈവൻ അവിടുത്തെ MLA P നന്ദകുമാറിനെതിരടക്കം ഇത്തരത്തിൽ അവിടുന്ന് ജനവിരുദ്ധ വികാരമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് മാത്രമാണ് ഇത്തരം വിഷയങ്ങൾ, ഇത്തരം മേഖലകളിലേക്ക് ഇവർ കടന്നു വരുന്നത്. രാഷ്ട്രീയ ഭേദം തന്നെ വസ്തുതയാണ്. അവിടെയാണ് ഇപ്പോൾ ലീഗ് നടത്തുന്ന ഒരു അവരുടെ പ്രചാരണ സ്റ്റൈൽ തന്നെ വ്യത്യസ്തം. അവർ നിലവിൽ ചെയ്ത് എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഇല്ലെങ്കിൽ പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ ET മുഹമ്മദ് ബഷീർ എന്ത് ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് സമദാനി കഴിഞ്ഞ് 2.5 വർഷം കൊണ്ട് മലപ്പുറത്ത് MP ആയി പോയിട്ട് സമദാനിയുടെ പെർഫോമൻസ് ഉണ്ടല്ലോ, ലോക്സഭയിലെ പെർഫോമൻസ്, ഇത്ര ചോദ്യങ്ങൾ, ഇത്ര ബില്ലുകൾ, ഇത്ര ഹാജർ, ഇത്ര പ്രശ്നം, ഇത്ര സ്വകാര്യ ബില്ലുകൾ, ഇത്ര ഉത്തരങ്ങൾ, ഇത്ര ഇടപെടലുകൾ, ഇതൊക്കെ ഉയർത്തിക്കാട്ടിയുള്ള ഒരു പ്രചാരണമാണ് എന്ത് ചെയ്യുന്നത് ലീഗ് നടത്തുന്നത്. അല്ലാതെ ET മുഹമ്മദ് ബഷീറിൻ്റെ വികസന വിപ്ലവങ്ങൾക്കുള്ളപ്പുറം മാത്രമല്ല ഇതിന് വേറെ കാരണം കൂടിയുണ്ട്. അപ്പോൾ പൗരത്വ ഭേദഗതി വിഷയമാണെങ്കിലും, ഏക സിവിൽ കോഡാണെങ്കിലും, കരിപ്പൂർ വിഷയങ്ങളാണെങ്കിലും, ഈ ജനകീയ റോഡ് പാലം എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ലോക്സഭയിലടക്കം ഇടപെടലുകൾ ഇത് മണ്ഡലങ്ങളെ മലപ്പുറത്തെ പൊന്നാനി വലിയ രീതിയിൽ സ്വാധീനിക്കാറുണ്ട്. കാരണം ന്യൂനപക്ഷ മണ്ഡലങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ മെജോറിറ്റിയുള്ള മണ്ഡലങ്ങൾ ആയതുകൊണ്ട് തന്നെ അവർ സ്വാധീനിക്കാറുണ്ട്. അതുകൊണ്ടാണ് ആ വിഷയങ്ങൾ കൂടുതൽ പിടിച്ച്, ഇല്ലെങ്കിൽ ഈ മൈനോറിറ്റി വിഷയങ്ങളെ കൂടുതൽ പിടിച്ചുകൊണ്ട് അതിലിടപെട്ട MP മാർ ഞങ്ങളുടേതാണ് എന്ന് ആവർത്തിച്ച് ലീഗ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ ലോക്സഭയിൽ അവർ നടത്തിയ, പാർലമെൻറ്റിൽ അവർ നടത്തിയ പ്രസംഗങ്ങളൊക്കെ തുടർച്ചയായി കേൾപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളുടെ പങ്കുവെച്ചുകൊണ്ടും കൂടിയാണ് അവരെന്ത് ചെയ്ത് പ്രചാരണം നടത്തുന്നത്. ഈവൻ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും അതിനെങ്ങനെ മറികടക്കാം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ലീഗിൻ്റെ പ്രചാരണം. ഇപ്പോൾ ഈ സമസ്ത വിഷയത്തിൽ ഭയങ്കര ഒരു രസകരമായ സംഭവമുണ്ട്. ഇപ്പോൾ ഈ പാണക്കാട് കുടുംബത്തിലെ മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ സമസ്തയിലെ ഈ പറയുന്ന ഷജറ വിഭാഗത്തിൻ്റെ പാണക്കാട്ടെ ഏറ്റവും വലിയ നോമിനിയാണ്, അല്ലെങ്കിൽ അവരെ കൈത്താങ്ങായി അവരുടെ നേതാവായി അവരെ ഉയർത്തി കാണിക്കുന്നതാണ്. നോമിനിയാണെന്ന് അവർ പ്രചരിപ്പിക്കുന്നതാണ്, പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട്. അദ്ദേഹം മാത്രമല്ല, അത് പറഞ്ഞ സമയത്ത് അദ്ദേഹം പൊന്നാനിയിലെത്തിയ സമയത്ത് ഏതോ ഒരു ലോക്കൽ മാധ്യമത്തിന് കൊടുത്ത ഒരു ബൈറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, പൊന്നാനിയിൽ സമദാനി വിജയിക്കും, അതിലെന്താ സംശയം, പൊന്നാനി UDFന്റെ ശക്തമായ മണ്ഡലമല്ലേ, KS ഒന്നും ഒരു വെല്ലുവിളിയുമല്ല എന്ന രീതിയിലൊരു പ്രതികരണം അദ്ദേഹം നടത്തുന്നുണ്ട്. ഈ മൊയ്ൻ അലി തങ്ങളും KS ചെയർമാനും കൺവീനറുമായിട്ടുള്ള ഫൗണ്ടേഷനാണ് ഹൈദരലി തങ്ങൾ ഫൗണ്ടേഷൻ എന്നുള്ളത്. അഥവാ LDFന്റെ സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗിന് വേണ്ടി പ്രചരണത്തിന് പോകുന്ന മൊയ്ൻ അലി ശിഹാബ് തങ്ങളും ഒരുമിച്ച് ഒരു സംഘടന, ഹൈദരലി ശിഹാബ് തങ്ങൾ മൊയ്ൻ തങ്ങളുടെ പിതാവ്, മുസ്ലിം ലീഗിന് മുൻ അധ്യക്ഷന്റെ പേരുള്ള സംഘടനയുടെ ചെയർമാൻ കൺവീനറുമാണ്. എന്നിട്ടാണ് ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ പ്രചരണം. അത് മാത്രമല്ല, ഇത് മൊയ്ൻ അലി തങ്ങളുടെ ലീഗ് പ്രചരണത്തിന് ഇറക്കുന്നത് തന്നെ ഈ സമസ്തയുടെ വോട്ടുകളിൽ വിള്ളൽ വീഴാതിരിക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. അതിന് പറയുന്നുണ്ട് അത് ചെറിയ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചാരണം ഉണ്ടായത്, ഒരു വീട്ടിലേക്ക് കയറി. ഇനി അതല്ല, നാളെയും മറ്റന്നാളും ഒക്കെ ആയി വരുന്ന അടുത്ത 2-3 ദിവസങ്ങളിലായി തിരൂരും താനൂരും അടക്കം മൊയ്ൻ അലി ശിഹാബ് തങ്ങളെ തന്നെ രംഗത്തിറക്കി പ്രചരണം നടത്താനാണ് ഇപ്പോൾ ലീഗിൻ്റെ തീരുമാനം. സ്വാഭാവികമായിട്ടും സമസ്തക്കകത്ത് ലീഗ് വിരുദ്ധം നടത്തുന്ന പ്രചാരണങ്ങൾക്ക് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും. അത് ഹംസക്കടക്കം വലിയൊരു തിരിച്ചടിയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. അതൊക്കെ ഇനി അവസാന മണിക്കൂറുകളിലാണ് ഇനി ഇതിൻ്റെ ഇഫക്റ്റ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അതുൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് സമുദായ വോട്ടുകൾ തന്നെയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്നുള്ളത് തന്നെയാണ്. കാരണം അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നീക്കങ്ങളാണ് ഇടത് വലത് മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 26-ലെ തെരഞ്ഞെടുപ്പ് അത് നമുക്ക് നോക്കിക്കാണാം. തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കുമെന്നുള്ളതും നമുക്ക് കണ്ടറിയാം.